ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം മറിയത്തിൻ്റെ മകനായ യേശു ദൈവമാണോ അതോ കേവലം മനുഷ്യനാണോ? കേവലം മനുഷ്യനാണ്, ദൈവമേ അല്ല, അല്ലെങ്കിൽ യേശു ഇപ്രകാരം താൻ ദൈവമാണെന്ന് പറഞ്ഞതിൻ്റെ ഒരു തെളിവുമില്ല എന്ന് പല പല മുസ്ലിം പണ്ഡിതന്മാരും പല ഇസ്ലാം മതവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു. അവർ ക്രിസ്ത്യാനികളെ അപ്രകാരം തന്നെ വിശ്വസിപ്പിക്കാൻ അഹോരാത്രം പ്രയത്നം ചെയ്തും പലരെ ട്രെയിനിങ് ചെയ്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വിടുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവർ ബുക്കുകൾ ഇറക്കുകയും ചെറുതും വലുതുമായ പണ്ഡിതന്മാരും മറ്റു വ്യക്തികളും യേശു ദൈവമേ അല്ല, മറിയത്തിൽ നിന്ന് ജനിച്ച യേശു ദൈവമല്ല, വെറും ഒരു മനുഷ്യനാണ് എന്ന് വരുത്തി തീർക്കാനും ചെയ്യുന്ന ഒത്തിരി ടെക്സ്റ്റുകളും ഒത്തിരി സംവാദങ്ങളും നടക്കുന്നു. യേശു ദൈവമാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടത് യേശുവിൻ്റെ വിശ്വാസികളും യേശുവിൻ്റെ ശിഷ്യരുമാണ്. യേശുവിൻ്റെ സമൂഹത്തിൽ പെടാത്ത ഒരാൾക്ക് വന്നിട്ട് എങ്ങനെ യേശു ദൈവമാണെന്ന് പറയും? യേശു ദൈവമാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടതും അതിനെ സാക്ഷ്യപ്പെടുത്തേണ്ടതും യേശുവിൻ്റെ ശിഷ്യരാണ്. അല്ലെങ്കിൽ യേശു തന്നെയാണ്, അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ച് യേശുവിൻ്റെ കാലഘട്ടത്തിന് മുമ്പ് മറ്റാരെങ്കിലും അതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള ചരിത്രരേഖകളുണ്ടോ അല്ലെങ്കിൽ വിശ്വാസ രീതികളിലുണ്ടോ? ഇത് അതിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഴുതി യേശു ദൈവമല്ല എന്ന് പറഞ്ഞാൽ യേശു ദൈവമൊന്നും അല്ലാതാകുന്നില്ലല്ലോ. ഈ സംവാദത്തിൻ്റെ മറുപടികളിലേക്കാണ് നമ്മൾ പോകുന്നത്. നിച്ച് ഓഫ് ട്രൂത്തിലെ എം അക്ബർ അദ്ദേഹം യേശു മഹാനായ പ്രവാചകൻ എന്നുള്ള ഒരു ബുക്ക് എഴുതി. ആ ബുക്കിൽ അതിൻ്റെ 50-ാമത്തെ പേജിൽ ഇപ്രകാരം യേശു ദൈവമല്ല എന്നതിൻ്റെ തെളിവ് അദ്ദേഹം കുറിക്കുന്നു. ഞാനത് വായിക്കാം, നിങ്ങളത് ശ്രദ്ധിക്കുക. മനുഷ്യനായ ഒരു പ്രവാചകനായിരുന്നു ക്രിസ്തു. അബ്രഹാമിനെയും ഇസ്മായിലിനെയും യാക്കോബിനെയും മോശയെയും യോസഫിനെയും പോലെയുള്ള ഒരു പ്രവാചകൻ. അദ്ദേഹം ഇസ്രായേൽ മക്കൾക്ക് വഴികാട്ടിയായിരുന്നു. നിഷ്കളങ്കനായിരുന്നു. സ്വന്തം മാതൃകയിലൂടെ സമൂഹത്തെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ ശ്രമിച്ച മഹാനായിരുന്നു. ദൈവമല്ല, ദൈവപുത്രനുമല്ല, പ്രവാചകൻ മാത്രം, മനുഷ്യനായ പ്രവാചകൻ. പുതിയ നിയമം പരിശോധിക്കുക, മനുഷ്യനായ ക്രിസ്തുവിനെയാണ് നമുക്കതിൽ കാണാൻ കഴിയുക. അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ പരിശോധിച്ചാൽ ഒരു മനുഷ്യൻ്റേതിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിത്രം നമുക്ക് ലഭിക്കില്ല. ഇതാണ് യേശു മഹാനായ പ്രവാചകൻ എന്ന് എം അക്ബർ എഴുതിയ അതിൻ്റെ 50-ാമത്തെ പേജിൽ അദ്ദേഹം കുറിച്ചു വച്ചിട്ടുള്ളത്. ഈ വാക്കുകളുടെ അടിസ്ഥാനമാക്കി വലുതും ചെറുതുമായ മറ്റനേകം മുസ്ലിം പണ്ഡിതന്മാർ, ഇസ്ലാം പണ്ഡിതന്മാർ യേശു ദൈവമല്ല എന്ന് അവർ പല യൂട്യൂബ് വീഡിയോകളിലും മറ്റ് ചർച്ചകളിലും ഒക്കെ പങ്കെടുത്ത് അവർ തെളിയിക്കാൻ ശ്രമിക്കുന്തോറും യേശു ക്രിസ്തുവിനെക്കുറിച്ച് അനേകർ യേശു ദൈവമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള തെളിവുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കണം, ഈ പ്രസ്താവനകൾ മുഴുവനും യേശു ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗങ്ങളായിട്ടുള്ളവരിൽ ആർക്കെങ്കിലും ഈ വിധത്തിലുള്ള ഇസ്ലാമിസ്റ്റുകളുടെ, മുസ്ലിം പണ്ഡിതന്മാരുടെ വാക്കുകൾ കേട്ട് ആ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മറുപടി പറയാൻ ഒരു വചനം പോലും നിങ്ങൾക്ക് കിട്ടിയില്ല. ബൈബിൾ തുറന്നിട്ട് നിങ്ങൾക്ക് അപ്രകാരം ഒരു ആശയം വരുന്ന ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രവചന ഗ്രന്ഥങ്ങളിൽ നിന്നും യേശു ദൈവമാണെന്ന് സ്വയം പറഞ്ഞതിൽ നിന്നും യേശുവിൻ്റെ കൂടെ നടന്ന അപ്പസ്തോലർ പറഞ്ഞതിൽ നിന്നും ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. ഈ പണ്ഡിതൻ്റെ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, ഞാൻ അബു സൽമാൻ, പുതിയ കടപ്പുറം. യേശു ദൈവമല്ല, തെളിവ് ബൈബിളിൽ നിന്ന് തന്നെ എന്ന വിഷയത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. മേരിയുടെ മകൻ മിശിഹ അഥവാ യേശു, അദ്ദേഹം ദൈവമാണെന്നാണ് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില ക്രൈസ്തവ സുവിശേഷകന്മാർ അങ്ങനെ പ്രസംഗിക്കുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഞാൻ ദൈവമാണ്, അതുകൊണ്ട് എന്നെ നിങ്ങൾ ആരാധിച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ ത്രിയേക ദൈവത്തിലെ ഒരാളത്വമാണ്, അതുകൊണ്ട് എന്നെ നിങ്ങൾ ആരാധിച്ചോളൂ എന്ന് യേശു സ്വയം പറയുന്ന ഒരു വചനം ബൈബിളിൽ എവിടെയും നമുക്ക് കാണുക സാധ്യമല്ല. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെയുള്ള മുഴുവൻ അധ്യായങ്ങളും സൂക്ഷ്മ വിശകലനം നടത്തിയാലും അങ്ങനെ ഒരു വചനം നമുക്ക് കാണുക സാധ്യമല്ല. മറിയത്തിൽ നിന്ന് ജനിച്ച യേശു ദൈവം അല്ല. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ടെക്സ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊന്നും യേശു ദൈവമാണെന്നുള്ള തെളിവുകളില്ല. അദ്ദേഹം പറയുന്നത് അതാ. ഹലോ സഹോദര, നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ വായിച്ചിട്ടും യേശു ദൈവമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലാത്തത് എങ്കിൽ അത് നിങ്ങളുടെ കുറവാണ്.
പക്ഷേ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ യേശു ദൈവമാണെന്നതിൻ്റെ തെളിവുകൾ ഉണ്ട്. നിയമഗ്രന്ഥങ്ങളിൽ, പ്രവാചക ഗ്രന്ഥങ്ങളിൽ, സങ്കീർത്തനങ്ങളിൽ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് യേശു ക്രിസ്തു വ്യക്തമായി പറയുന്നു. അപ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ടെക്സ്റ്റുകളിൽ താങ്കൾ യേശുവിനെ കണ്ടെത്തിയില്ല എങ്കിൽ താങ്കളെക്കാൾ മുകളിൽ നിൽക്കുന്നു സാത്താൻ എന്ന് എനിക്ക് പറയേണ്ടി വരും. താങ്കളെക്കാൾ കുറച്ചുകൂടെ അറിവുള്ള വ്യക്തിയാണ്, അനുഭവമുള്ള വ്യക്തിയാണ് സാത്താൻ എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ഈ ഒരു വചനം താങ്കളും ശ്രദ്ധിക്കണേ. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം 28-ഉം 29-ഉം വാക്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, യേശു മറുകരെ ഗദറായരുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലറകളിൽ നിന്ന് ഇറങ്ങി വന്ന 2 പിശാച് ബാധിതർ അവനെ കണ്ടുമുട്ടി. ആർക്കും ആ വഴി സഞ്ചരിക്കാൻ കഴിയാത്ത വിധം അവർ അപകടകാരികളായിരുന്നു. അവർ അട്ടഹസിച്ചു പറഞ്ഞു, ദൈവപുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? സമയത്തിന് മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കാൻ നീ ഇവിടെ വന്നിരിക്കുകയാണോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. മറിയത്തിൻ്റെ മകനായ യേശു ഇതാ ഗദറായരുടെ ദേശത്തെത്തിയപ്പോൾ അവിടെ യേശു ദൈവമാണ് എന്ന് പറഞ്ഞത് ആരാണ്? സാത്താൻ. സാത്താന് മനസ്സിലായി ഇത് ദൈവമാണെന്ന്. എന്നിട്ടും താങ്കൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ കുറവല്ല, ഞങ്ങളുടെ കുറ്റമല്ല, അത് താങ്കളുടെ തന്നെ കുഴപ്പമായിരിക്കും. അതുകൊണ്ട് മറിയത്തിൻ്റെ മകൻ യേശു ദൈവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ തെളിവ് താങ്കൾക്ക് ഞാനിപ്പോൾ തരികയാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ ഉൽപ്പത്തി മുതലുള്ള ഭാഗങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുവാണ്. എല്ലാ വചനങ്ങളും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ കാണാത്തതാണ്. എങ്കിലും നിങ്ങൾക്ക് ഞാൻ ചിലത് മനസ്സിലാക്കി തരാം. അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ കേട്ട് യേശുവിൽ നിന്ന് അകന്നു പോയിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വചനങ്ങളും ഈ യേശു ദൈവമാണെന്നുള്ള തെളിവും വചനാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ശ്രദ്ധിക്കണം. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. സ്ത്രീയുടെ സന്തതിയായ യേശുക്രിസ്തു സാത്താൻ്റെ തല തകർക്കുകയും ചെയ്യും എന്നുള്ള ഫസ്റ്റ് പ്രവചനം. താങ്കളുടെ ഭാഷയിൽ താങ്കൾ പറഞ്ഞല്ലോ ത്രിയേക ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞില്ലേ, ആ ത്രിയേക ദൈവത്തിൻ്റെ ഫസ്റ്റ് ശബ്ദം ഇതാ വരികയാണ്. നീയും സ്ത്രീയും തമ്മിലും, ഈ നീ എന്ന് ഉദ്ദേശിക്കുന്നത് സാത്താനോട് പറയുക, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും, പിശാചുക്കളുടെ സാത്താൻ്റെ സന്തതികളും അതോടൊപ്പം അവളുടെ സന്തതിയും തമ്മിലും, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. സാത്താൻ്റെ തലയെ തകർത്തത് യേശുവാണ്. കർത്താവായ ലോകരക്ഷിതാവായ യേശുക്രിസ്തുവാണ് സാത്താൻ്റെ ആധിപത്യത്തെ തകർത്തത്. സാത്താൻ്റെ സകല അധികാരത്തെയും തകർത്തത് യേശുവാണ്. ആ യേശുവിനെ കുറിച്ചുള്ള ഫസ്റ്റ് പ്രവചനമാണ് ഉൽപ്പത്തി 3:15. ഉൽപ്പത്തി പുസ്തകത്തിലെ മറ്റൊരു പ്രവചനം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. യൂദ ഒരു സിംഹക്കുട്ടിയാണ്, എൻ്റെ മകനെ, നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. അവനൊരു സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു. അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും? ചെങ്കോൽ യൂദായെ വിട്ടു പോവുകയില്ല. അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. ഈ പറയുന്ന 10-ാമത്തെ വാക്യം, ചെങ്കോൽ യൂദായെ വിട്ടു പോകില്ല, അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതിയിൽ നിന്ന് നീങ്ങിപ്പോകില്ല, ജനതകൾ അവനെ അനുസരിക്കും. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. 49-ാം അധ്യായം 10-ാമത്തെ വാക്യം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. യൂദായെ വിട്ടുപോകാത്ത, യൂദാ ഗോത്രത്തിൽ പിറന്ന, യൂദാ ഗോത്രത്തിലെ ഗർജിക്കുന്ന സിംഹമെന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകർ വിളിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം 5-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ നോക്കിയാൽ, അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കുവാനും കഴിയും. ഈ പറഞ്ഞ പ്രവചനം യേശുക്രിസ്തുവിൻ്റെതാണ്. യൂദാ ഗോത്രത്തെ യൂദായിൽ നിന്ന് ചെങ്കോൽ വിട്ടുപോകത്തില്ല, അതിൻ്റെ അവകാശി വന്നു ചേരും എന്ന് പറഞ്ഞ അവകാശി യേശുക്രിസ്തുവാണെന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ വ്യക്തമായി കാണാം. 5-ന്റെ 5-ാമത്തെ വാക്യം അത് പറഞ്ഞു കൊടുക്കുന്നത്
ശ്രേഷ്ഠന്മാരിൽ, സ്വർഗത്തിലുള്ള ഒരു ശ്രേഷ്ഠ ദൂതന്മാരിൽ ഒരാളാണ് യോഹന്നാൻ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. നീ കരയണ്ട, ഇതാ സമാധാനിക്ക്, ഇതാ യൂദാവംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരും ആയവൻ വിജയിച്ചിരിക്കുന്നു. യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പ്രവചനങ്ങളിൽ 2 കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഇനിയും ധാരാളം പ്രവചനങ്ങൾ നിങ്ങൾക്ക് തരാം. യേശു സ്വയം ദൈവമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം താങ്കൾ ചോദിച്ചതുകൊണ്ട് അതിൻ്റെ ഉത്തരം ഉണ്ട് എന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതൊരു ക്രിസ്ത്യാനിയും, ഏതൊരു ക്രിസ്തു വിശ്വാസിയും, ഏതൊരു ക്രിസ്തു ശിഷ്യനും യേശു ദൈവമാണെന്ന് സ്വയം പറഞ്ഞിട്ടുണ്ടോ എന്ന് ആരോട് ചോദിച്ചാലും അവർ ഉണ്ട് എന്ന് തന്നെ പറയും. കാരണം അവർക്കാണ് യേശുവിൻ്റെ വെളിപ്പാടുകളും വെളിപ്പെടുത്തലുകളും ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ക്രിസ്തീയ വിശ്വാസത്തിലോ ക്രിസ്തീയ ശിഷ്യത്വത്തിലോ വരാത്ത ഒരു വ്യക്തിക്കും അവർക്ക് വെളിപാടുണ്ടാകണമെന്നില്ല. അപ്പോൾ യേശു ദൈവമാണ് എന്നതിൻ്റെ തെളിവാണ് തരാൻ ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ പിറവിയിൽ 3 ജ്ഞാനികൾ വന്ന് ഹെറോദോസിനോട് ചോദിക്കുന്നത് ചരിത്രങ്ങളിലുള്ള സംഭവമാണ്. കിഴക്കവൻ്റെ നക്ഷത്രം ഞങ്ങൾ കണ്ടു, യൂതന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവനെ ആരാധിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് 3 ജ്ഞാനികൾ ഹെറോദോസിൻ്റെ അടുക്കലേക്ക് വന്നത് ചരിത്ര സംഭവമാണ്. ബൈബിളിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ, ഹെറോദസ് രാജാവിൻ്റെ കാലത്ത് യൂദായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്കവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെറോദസ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറുസലേം മുഴുവനും. അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദായിലെ ബെത്ലഹേമിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു. ഇനി ഇതെല്ലാം ബൈബിളിലെ സംഭവമാണ്. 10-ാമത്തെ വാക്യത്തിൽ, നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. വന്ന 3 രാജാക്കന്മാരും അവനെ കുമ്പിട്ട് ആരാധിച്ചു, വർഷിപ്പ് ചെയ്തു. ഒരു ദൈവത്തെയല്ലേ ആരാധിക്കാൻ പറ്റത്തുള്ളൂ? ആരാധന കൊടുക്കുന്നത് മനുഷ്യനല്ല. ഇനി ഒരു രാജാവിന് ആരാധന കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഹെറോദസ് രാജാവിനെയും അവർ ആരാധിക്കേണ്ടിയിരുന്നു. ഹെറോദസ് രാജാവിനെയും അവർ ആരാധിക്കണമായിരുന്നു. രാജാവിനല്ല ആരാധന കൊടുക്കുന്നത്, ആരാധന ദൈവത്തിനാണ്. അതുകൊണ്ടാണ് ഇതാ അമ്മയായ മറിയത്തോടുകൂടെ ശിശുവിനെ പുൽത്തൊട്ടിയിൽ കണ്ടപ്പോൾ ആ ശിശു ദൈവമാണെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായത് നിമിത്തം, അത് ദൈവമാണ് എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞത് നിമിത്തം ആ ശിശുവിനെ, ദൈവമായ യേശുവിനെ ആരാധിക്കാൻ അവർ ഫസ്റ്റ് മനസ്സുവെച്ചു. അപ്പോൾ ആദ്യത്തെ ആരാധന കൊടുക്കുന്നത് ഈ ജ്ഞാനികളായ, അല്ലെങ്കിൽ കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികളാണ്. ഇവർ 3 കൂട്ടരും ദൈവമായ യേശുവിനെ വർഷിപ്പ് ചെയ്യുന്നത് മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ പ്രിയ അബുസലീം കണ്ടില്ല എന്നാണ് ഫസ്റ്റ്. ആരാധന എപ്പോഴും ദൈവത്തിനുള്ളതാണ്, മനുഷ്യർക്കല്ല. മറിയത്തിനെയും ആരാധിച്ചില്ല, പക്ഷേ മറിയത്തോടുകൂടെ ശിശുവിനെ കണ്ടു, അവനെ കുമ്പിട്ട് ആരാധിച്ചു. മറിയത്തിനെ ആരാധിച്ചിട്ടില്ല, പകരം ശിശുവിനെ, അതായത് മേരിയിൽ നിന്ന്, മറിയത്തിൽ നിന്ന് ജനിച്ച യേശുവിനെ ഇവിടെ ജ്ഞാനികൾ ആരാധിക്കുന്നെങ്കിൽ ജ്ഞാനികൾക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തുള്ളൂ, ദൈവത്തെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഇത് മനസ്സിലാക്കിയാൽ മതി. ജ്ഞാനികളല്ലാത്തവൻ, അല്പജ്ഞാനികൾക്കോ ജ്ഞാനി അല്ലാത്തവനോ ദൈവത്തെ തിരിച്ചറിയാനോ ദൈവത്തെ ആരാധിക്കാനോ പറ്റത്തില്ല. ഇതാണ് രത്നച്ചുരുക്കം. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. മനുഷ്യനായ യേശുവിൽ എന്തെങ്കിലും ദൈവിക പ്രവൃത്തികളുണ്ടോ? തീർച്ചയായും പറഞ്ഞുതരാം. അതിന് സാക്ഷ്യപ്പെടുത്തുന്നത് യൂതന്മാരുടെ സാക്ഷ്യമാണ്. യൂതന്മാരുടെ സാക്ഷ്യം നിങ്ങൾ നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 33-ാമത്തെ വാക്യം. യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല, നീ ദൈവദൂഷണം നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടുമത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്നുത്തരം പറഞ്ഞു. അതായത് യേശുക്രിസ്തുവിനെ കല്ലെറിയാൻ വേണ്ടിയിട്ട് യൂതന്മാർ ഫ്രണ്ടിൽ വന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തിനു വേണ്ടിയാണ്, ഞാൻ ചെയ്ത എന്ത് നല്ല പ്രവൃത്തി കൊണ്ടാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്?
അപ്പോൾ യൂതന്മാർ പറഞ്ഞത്, നീ ചെയ്ത നല്ല പ്രവൃത്തികൾ കൊണ്ടൊന്നുമല്ല, പകരം മനുഷ്യനായിരിക്കെ നീ ദൈവദൂഷണം പറയുന്നു. എന്താണ് യേശു ചെയ്ത ദൈവദൂഷണം? മനുഷ്യനായിരിക്കെ ക്രിസ്തു അല്ലെങ്കിൽ ഈ യേശു തന്നെത്താൻ ദൈവമാക്കി എന്നാണ് ഇവിടെ യൂതന്മാർ സാക്ഷിക്കുന്നത്. ക്രിസ്തു തന്നെത്താൻ ദൈവമാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവൻ ദൈവമായതുകൊണ്ടല്ലേ. യേശു തന്നെത്താൻ ദൈവമാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശു ദൈവമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 10:33 യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണം നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടും അത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്നുത്തരം പറഞ്ഞു. എടാ, മനുഷ്യനായിരിക്കെ ക്രിസ്തു തന്നെത്താൻ ദൈവമാക്കി എന്നാണ് യൂതന്മാർ ഇവിടെ പറയുന്നത്. ക്രിസ്തു തന്നെത്താൻ ദൈവമാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തു ദൈവമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തു ദൈവമാണ്. അത് യൂതന്മാർ ഇതാ സാക്ഷ്യപ്പെടുത്തുന്നു. യൂതന്മാരുടെ വാക്കുകളിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാം. അതായത് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്നതും ദൈവത്തിന് മാത്രം പറയാൻ കഴിയുന്നതും ചെയ്യാൻ കഴിവുള്ളതുമായ കാര്യങ്ങൾ മറിയത്തിൽ നിന്ന് വന്ന യേശു ക്രിസ്തു ചെയ്തപ്പോൾ അത് ദൈവമാണ് എന്നതിൻ്റെ സത്യമാണ് പുറത്തു വന്നത്. മനസ്സിലാക്കണം, ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിവുള്ള പല കാര്യങ്ങളും, ദൈവത്തിന് മാത്രം പറയുന്ന പല കാര്യങ്ങളും യേശു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ ദൈവമാക്കി. അത് ദൈവമായതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. ദൈവം ആയതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. മറ്റൊരു സംഭവമാണ്, ശിമിയോന്റെ വീട്ടിൽ യേശുക്രിസ്തു ഇരിക്കുമ്പോൾ ഒരു പാപിനിയായ സ്ത്രീ വന്ന് അവൾ കരയുകയും തലമുടി കൊണ്ട് പാദങ്ങൾ തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം ഒഴിക്കുകയൊക്കെ ചെയ്ത ഒരു സംഭവം ബൈബിളിൽ കാണാം. അതായത് ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ പറ്റും. ആ സമയത്ത് യേശു ആ സ്ത്രീയോട് പറയുന്നത്, മകളെ, നിന്റെ നിരവധിയായ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ ആ സഭയിലും ശബ്ദകോലാഹലമുണ്ടായി. അവിടെ കൂടിയിരുന്നവരുടെ ഇടയിൽ ബഹളമുണ്ടായി. ദൈവത്തിന് മാത്രം ക്ഷമിക്കാൻ പറ്റുന്ന ഒന്നാണ് പാപമോചനം. അതെങ്ങനെ യേശുവിന് ക്ഷമിക്കാൻ പറ്റും? അവരുടെ ഇടയിൽ അന്നുണ്ടായ സംഭവമാണ്. അപ്പോൾ ഇന്ന് ഈ ഇക്കയ്ക്ക് മാത്രമല്ല യേശു ദൈവമല്ല ഉള്ളത് അന്നും കുറച്ച് പേർക്കുണ്ടായിരുന്നു. യേശു വെറും മനുഷ്യനാണെന്ന് വരുത്തി തീർക്കുക, അത് അവരുടെയും ഇടയിലുണ്ടായിരുന്നു. അതൊരു പിശാചിൻ്റെ തന്ത്രമാണ്, പൈശാചിക തന്ത്രമാണ്. അത് യേശു ദൈവമാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ദൈവങ്ങൾക്ക് പ്രസക്തി ഇല്ലല്ലോ, അവരുടെ ദൈവവാദങ്ങളെല്ലാം പൊളിയുമല്ലേ. അതുകൊണ്ട് യേശു ദൈവമല്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ ഒരുമിച്ച് സഹിച്ചും ഇങ്ങനെയൊക്കെ പോകാം. അതൊക്കെയായിരുന്നു ഉദ്ദേശം. പക്ഷേ അതങ്ങ് പൊളിയുക. എന്താണ്, ആ സ്ത്രീയുടെ പാപങ്ങൾ മോചിച്ചപ്പോൾ ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ പറ്റുക? ഈ ചോദ്യം ഉണ്ടായി. അപ്പോൾ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞെങ്കിൽ അവൻ ദൈവമായതുകൊണ്ടാണ് അവളുടെ പാപം ക്ഷമിച്ചത്. ക്ഷമിച്ചുവെങ്കിൽ പിന്നെ അവളിൽ പാപമില്ല, പിന്നെ അവൾ വിശുദ്ധയാണ്. അപ്പോൾ പാപം ക്ഷമിച്ചു കിട്ടിയ ആ സ്ത്രീ ദൈവത്തോട്, യേശുവിനോട് കൂടെ തന്നെ നടന്നത് നമുക്ക് കാണാൻ പറ്റും. യേശുവിനോട് തന്നെ അവൾ ഒട്ടിച്ചേർന്ന് നടന്നത് കാണാൻ സാധിക്കും. അത് ദൈവം അവളോട് ക്ഷമിച്ചതുകൊണ്ടാണ്. രണ്ടാമത് യേശുക്രിസ്തു പറയുന്നു, മർക്കോസിൻ്റെ 2-ാം അധ്യായം 10-ാമത്തെ വാക്യം, മർക്കോസ് 2:10, ഭൂമിയിൽ പാപങ്ങളെ മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. അതായത് മനുഷ്യനായി പിറന്ന എനിക്ക് പാപങ്ങളെ മോചിക്കാനുള്ള അധികാരം ഉണ്ട്. പാപങ്ങളെ കഴുകിക്കളയുക ദൈവത്തിന് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഭൂമിയിൽ മനുഷ്യപുത്രന് പാപങ്ങൾ മോചിക്കാൻ അധികാരമുണ്ട്. ഇതാ യേശുവാകുന്ന ദൈവം ഭൂമിയിൽ വന്നിട്ട് ഒരു പാപിനിയുടെ പാപത്തെ മോചിപ്പിച്ചെങ്കിൽ യേശു ദൈവമാണെന്ന് തൻ്റെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുകയാണ്. പ്രവൃത്തിയിലൂടെ താൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. മിശിഹ ക്രിസ്തു, അതായത് പാപങ്ങളിൽ നിന്ന് തൻ്റെ ജനത്തെ വീണ്ടെടുക്കാൻ വന്ന വീണ്ടെടുപ്പുകാരനായ യേശു, വീണ്ടെടുപ്പുകാരനായ ദൈവം ഞാൻ തന്നെ എന്ന് യേശു അവളോട് പറഞ്ഞു. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് യഹൂദർ പറഞ്ഞ മിശിഹ
യഹൂദർ പറഞ്ഞ ക്രിസ്തു ഞാൻ തന്നെയാണ്. യഹൂദർ പറഞ്ഞതാണ് ഇവൾ കേട്ടത്, പ്രവാചകന്മാർ പറഞ്ഞത്, സങ്കീർത്തനങ്ങളിൽ പറഞ്ഞത്, നിയമഗ്രന്ഥത്തിൽ പറഞ്ഞ മിശിഹ ക്രിസ്തു ഞാൻ തന്നെയാണ് എന്ന് യേശു ഈ സ്ത്രീയോട് പറഞ്ഞു കൊടുക്കുക. ഇതിനപ്പുറം മറ്റൊരു തെളിവ് വേണോ? തരാം. ഇനിയും തെളിവ് തരാം. യേശു താൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇനിയും തെളിവ് തരാം. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. യോഹന്നാൻ ഏഷ്യയിലുള്ള 7 സഭകൾക്ക് എഴുതുന്നത് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവനിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിലെ സപ്താത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദിജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇതാ ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്. ശ്രദ്ധിക്കുക, ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ. സർവശക്തൻ എന്ന വിളി ദൈവത്തിന് മാത്രമുള്ളതാണ്. സർവശക്തൻ. അപ്പോൾ എല്ലാത്തിനെയും സൃഷ്ടിച്ച, എല്ലാത്തിനെയും പരിപാലിക്കുന്ന, എല്ലാത്തിനെയും നോക്കിക്കാണുന്ന സർവശക്തനായ ദ ഓൾ മൈറ്റി, ആ സർവശക്തൻ എന്ന് പറയുന്ന ആ ദൈവം, അത് യേശുവാണ്. ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്. അതിൻ്റെ 17-ാമത്തെ വാക്യം 18-ാമത്തെ വാക്യം. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ്റെ വലതു കൈ എൻ്റെ മേൽ വച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും. യോഹന്നാൻ ഈ രൂപത്തെ കണ്ടപ്പോൾ ഭയപ്പെട്ട് നിലത്ത് വീണപ്പോൾ, നിലത്ത് വീണപ്പോൾ യോഹന്നാൻ്റെ ശരീരത്തിൽ കൈവച്ചിട്ട് പറഞ്ഞതാണ്, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും. 8-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, സർവശക്തനായ ദൈവമാണ് ഞാൻ, ആദിയും അന്തവുമാണ് ഞാൻ. ആ ആദിയും അന്തവുമായ ദൈവം ദൈവയുടെ 17-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്ത്യവും അന്തവും. ഇനി 18-ാമത്തെ വാക്യം നോക്കുക. ജീവിക്കുന്നവനും എന്നാൽ മരിച്ചവനായിരുന്നു, ഞാൻ മരിച്ചു, എന്നാൽ ഞാൻ ജീവിക്കുന്നവനും, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു, മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. മരിച്ചവൻ ആരായിരുന്നു? മറിയത്തിൽ നിന്ന് ജനിച്ച യേശു മരിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കാലഘട്ടങ്ങളിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന ചരിത്ര തെളിവുകൾ കിടക്കുമ്പോൾ യേശു പറയുന്നു, ഇതാ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു, ഇനി എനിക്കൊരു മരണമില്ല, മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇപ്പോഴുള്ളവയും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതുമായ കാര്യങ്ങൾ നീ ദർശനത്തിൽ രേഖപ്പെടുത്തുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, യേശു തന്നെ വെളിപ്പെടുത്തുന്നത് ഞാൻ ആദിയും അന്തവും സർവശക്തനും എന്നൊക്കെ പറഞ്ഞ് താൻ ദൈവമാണെന്ന് തെളിയിക്കുകയാണ് വെളിപാട് പുസ്തകത്തിലൂടെയും വന്ന്. ഉൽപ്പത്തിയിലുണ്ട്, സങ്കീർത്തനങ്ങളിലുണ്ട്, പ്രവാചകന്മാരിലുണ്ട്, ഇതാ സുവിശേഷങ്ങളിലുണ്ട്, ഇനി അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിലുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായത്തിൽ വ്യക്തമായി കാണുന്നു, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഇപ്പോൾ രക്ഷ ദൈവത്തിലാണ്, മനുഷ്യരിലില്ല. ഏതൊരു വ്യക്തിക്കും രക്ഷപ്പെടണമെങ്കിൽ ആശ്രയിക്കാൻ ദൈവമുണ്ടാവണം. ആ ദൈവം യേശുവാണ്. ആ യേശു മറിയത്തിൽ നിന്ന് ജാതനായതാ. അപ്പോൾ മറിയത്തിൽ നിന്ന് ജനിച്ച യേശു ദൈവമാണോ എന്ന് ചോദിച്ചാൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റാരുമില്ലെന്ന് അപ്പസ്തോലൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടെ വെളിപാട് പുസ്തകത്തിൽ യേശുക്രിസ്തു ഡയറക്റ്റായി വന്ന യോഹന്നാനോട് പറയുന്നു, ഞാൻ സർവശക്തനായ ആദിയും അന്തവുമായവനാണ് എന്ന് പറയുന്നു. ഇതിനപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്? കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാത്താൻ, ലൂസിഫർ വന്ന് പറഞ്ഞു, നീ ദൈവപുത്രനാണ്, ഞങ്ങളുടെ കാര്യത്തിൽ എന്തിന് ഇടപെടണം? അഥവാ ഇടപെടുന്നെങ്കിൽ ഞങ്ങളെ ആ പന്നിയിലേക്ക് മാറ്റിവിട്. ഇത്ര പോലും ബോധമില്ലാത്ത വ്യക്തികൾ ഇന്ന് ലോകത്തുണ്ട്. യേശു ദൈവമല്ല എന്ന് പറയുമ്പോൾ യേശു ദൈവമല്ലാതാകുന്നില്ല, നിനക്ക് ദൈവമല്ലാതാകുന്നതേ ഉള്ളൂ. ഇനി എന്തിനാണ് യേശു ദൈവമല്ലാതാക്കുന്നത്? യേശു ദൈവമല്ല എന്ന് ഇവർ തെളിയിക്കുമ്പോൾ ഇവരുടെ ദൈവം ഏതാണ്ടങ്ങ് വലിയ സംഭവമായിട്ടാണ് അവർ പറയുന്നത്. യേശു പറഞ്ഞു താൻ ദൈവമാണെന്ന്. അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും പൂർവ്വപിതാക്കന്മാരുടെയും ദൈവം യേശുക്രിസ്തു ഞങ്ങൾക്ക് പിതാവേ എന്ന് വിളിക്കാൻ കാണിച്ചു തന്ന യഹോവയായ ദൈവം പറഞ്ഞു,
ഞാൻ തന്നെ, ഞാൻ ദൈവമാകുന്നു എന്ന് യാഹ്വേ പറഞ്ഞു. യേശുക്രിസ്തു പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു അവൻ ദൈവമാണെന്ന്, സർവശക്തനാണെന്ന്. ഞങ്ങളുടെ യഹോവ പറഞ്ഞിട്ടുണ്ട് സർവശക്തനാണെന്ന്, ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട് സർവശക്തനാണെന്ന്. ത്രിയേക ദൈവം ഞങ്ങൾക്ക് സാക്ഷ്യം നൽകിയിട്ടുണ്ട്. ത്രിയേക ദൈവത്തിൻ്റെ സാക്ഷ്യം ഞങ്ങൾ സ്വീകരിച്ചവരാ. എൻ്റെ ഒരു ചോദ്യം, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സാക്ഷ്യം ലഭിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരാധിക്കുന്ന ദൈവം സർവശക്തനാണെന്നുള്ളതിൻ്റെ ദൈവം പറഞ്ഞ വാക്ക് എന്തെങ്കിലും ഉണ്ടോ?